അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ എമ്പുരാൻ സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് സിനിമയായിരുന്നു എമ്പുരാൻ സിനിമ. ഇപ്പോൾ അങ്ങനെ അവസാനം ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ പോയി പടം കണ്ടിരുന്ന ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഹോളിവുഡ് ലെവലിൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഓക്കെ, നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു പടമുണ്ട് എന്ന് പറയാൻ രീതിയിൽ ഒരു പടമാണ് ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്നത്. ബേസിക്കലി ഈ ഒരു പടം എടുക്കുകയാണെങ്കിൽ ഒരു റിവെഞ്ച് സിനിമയാണ്. ഭയങ്കരമായിട്ട് മെയിനായിട്ടുള്ളൊരു ഫോക്കസ്. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ടൊവിനോയ്ക്കായാലും മഞ്ജു വാര്യറിനായാലും പൃഥ്വിരാജിനായാലും ശരി, പിന്നെ നമ്മുടെ പറയുന്നുണ്ട് ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടറിൻ്റെയൊക്കെ ഒരു വന്നേക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഭയങ്കര ഒരു മാറ്റം തന്നെ ലൂസിഫറിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. പിന്നെ എല്ലാവരും കുറേയധികം നമ്മളിപ്പം വീഡിയോസ് ഈ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്തെല്ലാം വെയിറ്റ് ചെയ്ത ആ ഒരു സിനിമയിലൊരു ഡ്രാഗൺ സിമ്പിളൊക്കെ ഉണ്ടായിരുന്നു. ആരായിരുന്നു ആ ഒരു വ്യക്തി എന്നുള്ളൊരു കാര്യമാണ്. അത് ഞാൻ വെളിയിൽ പറയുന്നില്ല, നിങ്ങൾക്ക് പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സ്പോയിലറൊന്നും ചെയ്യുന്നതുമില്ല. പക്ഷേ ഈ ഒരു ഡ്രാഗൺ എന്ന് പറഞ്ഞതാണോ മെയിനായിട്ടുള്ളൊരു പ്ലോട്ടിൻ്റെ ഈ സിനിമയുടെ പ്ലോട്ടെല്ലാം താങ്ങി നിർത്തുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ അല്ല. ഇതൊരു ആ ഒരു ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു വ്യക്തി അടുത്ത പാർട്ട് 3ലേക്കുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഒരു ഡ്രാഗൻ്റെയൊക്കെ. സോ അതാണ് ഡ്രാഗനാണ് മെയിനായിട്ടുള്ളതെന്നൊന്നുമില്ല ഇപ്പോഴത്തെ. അത് അടുത്ത പാർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കുറേയധികം പേര് ഗെസ് ചെയ്തിട്ടുള്ളത് ആരായിരിക്കും വരാൻ എന്നുള്ളത്. അത് നിങ്ങൾ ഏകദേശം ഊഹിച്ച ഒരു വ്യക്തി തന്നെ ആയിരിക്കും അത്. പിന്നെ ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു പടം നമ്മുടെ മലയാളത്തിൽ വലിയൊരു ഹിറ്റാവുമെന്ന് നമുക്ക് തന്നെ പ്രതീക്ഷിക്കാം. അത്ര നല്ല രീതിയിലാണ് പൃഥ്വിരാജ് എടുത്തു വച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ അഭിനയമൊന്നും നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അത് എപ്പോഴും ആ ഒരു ക്ലാസ് അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ കുറേയധികം പേര് ഇത് നെഗറ്റീവാന്നൊക്കെ പറഞ്ഞ് ലാഗാന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വരുന്നുണ്ട്. അങ്ങനെയൊന്നും തന്നെയില്ല, നല്ല രീതിയിൽ തന്നെയാണ് അതുള്ളത്. അതിലൊരു ഡൗട്ടും ഇല്ല. എല്ലാവർക്കും പോയി കാണാവുന്നതാണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. അത്രയ്ക്ക് നല്ലൊരു പടമാണ് എടുത്ത് വെച്ചേക്കുന്നത്. എന്തായാലും അങ്ങനെ എടുത്ത് നമ്മുടെ രാജുവേട്ടൻ നല്ല രീതിയിൽ നമ്മുടെ ലാലേട്ടനെ കുറേ നാളിന് ശേഷം നല്ല രീതിയിൽ ഒരു കുറേയധികം ഫ്ലോപ്പ് പടങ്ങൾക്ക് ശേഷം നല്ല രീതിയിൽ അദ്ദേഹത്തിനെ കൊണ്ടുവന്നതിന് അങ്ങനെ ഒരു സന്തോഷം നമുക്കത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അദ്ദേഹത്തിന് അങ്ങനെ കാണുമ്പോഴത്തേനും. സോ ഒട്ടുമയാതെ എല്ലാവരും പോയ ഒരു സിനിമ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഓക്കെ.